This call is now being recorded. ഹലോ സാർ, കേൾക്കുന്നില്ലേ? കേൾക്കാം. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഈ സ്കെച്ച് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ് എ ഫ്ലൈ വീൽ ഇൻ എൻ ഐസി എഞ്ചിൻ ആണ്. ഇതാണ് ഫ്ലൈ വീൽ. റിമ്മുണ്ട്, ഒരു ഹബ്ബ്, ആം. ഇതാണ് ഇതിന്റെ ജസ്റ്റ് സിമ്പിൾ ഫിഗർ. ഇനി ഇതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മൾ ഒരുവിധം എല്ലാ ഓട്ടോമൊബൈലിലും നമുക്ക് ഈ ഫ്ലൈ വീൽ കാണാൻ വേണ്ടി പറ്റും. ഇതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ട എനർജി സ്റ്റോർ ചെയ്യലാണ്. ഇതിന്റെ വേറെ ഫങ്ഷൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഒന്ന് എഞ്ചിൻ ബാലൻസിങ് ആണ്. ഇത് മൾട്ടി സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് വൈബ്രേഷൻസ് കൂടുതലായിരിക്കും. അപ്പോ ഫ്ലൈ വീലിന്റെ ഈ ഹെവി വെയിറ്റ് കൊണ്ടാണ് ഈ വൈബ്രേഷൻസ് കുറക്കുക. എന്നിട്ട് ഈ എഞ്ചിൻ ബാലൻസിങ് ചെയ്യും. അടുത്ത ഫംഗ്ഷൻ എഞ്ചിൻ സ്റ്റാർട്ടിങ് പെട്ടെന്നാക്കലാണ്. അതായത് ഈ സ്റ്റാർട്ടർ മോട്ടോർ ഈ ഫ്ലൈ വീലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഈ സ്റ്റാർട്ടർ മോട്ടോർ കാർക്കി വെച്ചിട്ട് ഓൺ ആക്കുമ്പോൾ ഈ ഫ്ലൈ വീൽ കറങ്ങും, അപ്പോൾ എഞ്ചിൻ സ്റ്റാർട്ട് ആവും. പിന്നെ അടുത്ത ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ വിയർ ആൻഡ് ടിയർ കുറക്കലാണ്. നെക്സ്റ്റ് എഞ്ചിൻ സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ എഞ്ചിൻ സ്മൂത്തായി റൺ ചെയ്യുന്നത് നമുക്ക് പറയാം. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഈ ഫ്ലൈ വീലിന്റെ മാസ് കൊണ്ടുള്ള ഇനേഴ്ഷ്യ കൊണ്ടാണ് എഞ്ചിൻ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നത്. ഇതിന്റെ ലാസ്റ്റ് ഫംഗ്ഷൻ ഫ്ലൈ വീലിന്റെ വെയിറ്റ് ആണ് വണ്ടിന്റെ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് വെയിറ്റ് മാനിപ്പുലേഷൻ. അതായത് ഹെവി ലോഡ് കെയർ ചെയ്യുന്ന വെഹിക്കിൾസിൽ ഹെവി ഫ്ലൈ വീൽസ് യൂസ് ചെയ്യും. അതേപോലെ ഈ സ്പോർട്സ് കാറിലൊക്കെ ആണെങ്കിൽ ലൈറ്റർ ഫ്ലൈ വീൽസും യൂസ് ചെയ്യും. ഇതാണ് ഫ്ലൈ വീൽസിന്റെ ഫങ്ഷൻസ്. അണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഈ കമ്പയർ MPFI CRDI സിസ്റ്റം ആണ്. അത് അഭിരാം പി സുരേഷ് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു സാർ. ഹലോ, ഓക്കെ, കഴിഞ്ഞല്ലേ? ഓക്കെ, അപ്പം ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്. ഈ രീതിയിൽ എടുത്താൽ മതി. കാരണം ചിലപ്പം ജസ്റ്റ് ഫിഗർ കാണിക്കുന്നു. അതേപോലെ നിങ്ങളുടെ വാട്സപ്പിലുള്ള അതെന്തോ ഗ്രൂപ്പാണോ? അല്ല സാർ, ഞാൻ ഒറ്റക്കുള്ള ഒരു ഗ്രൂപ്പാണ്. അത് കൊള്ളാം, നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്തത് അമൽ കെ സന്തോഷ്. തുടങ്ങാൻ എന്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫുള്ളി ഓട്ടോമാറ്റിക് സെൻട്രിഫ്യൂഗൽ ക്ലച്ചും സെമി ഓട്ടോമാറ്റിക് ആണ്. കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ച് centrifugal force to assist the spring force at a high speed. In the high power is transmitted to the clutch that then pressure of the spring is considerable factor. ഇതാണ് എൻ്റെ ഫിഗർ. ഈ ക്ലച്ച് എൻഗേജ് ചെയ്യുമ്പോൾ ലോവർ സ്പീഡ് റേഞ്ച് അത് എളുപ്പമാവും. ലോവർ സ്പീഡ് റേഞ്ച് എളുപ്പമാവും. പിന്നെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് സപ്ലിമെന്റ് നെസസറി. ലൈറ്റ് ഷോ ഇടാൻ പറ്റുമോ? അയ്യോ, അതേപോലെ സാർ ഇത് 42 പേജാണ് സ്ലൈഡ് ചെയ്യണം. ഇങ്ങനെ സാർ ഇങ്ങനെ ആക്കാൻ നിർബന്ധമുണ്ട് സാർ. പേജ് നമ്പർ അത് കാണിക്കുന്നില്ല. അയ്യോ, കിട്ടി സാർ, കിട്ടി സാർ. Centrifugal force causes the
pressure plate to force against the driver plate and adding extra camping load. പിന്നെ രണ്ടാമത്തെ fully automatically fully automatic smoothly takes up the drive from the engine idly with a processing reduction in slide with the narrow rising speed range. The mechanism allows the driver to disengage and engage the clutch independently of the fly weight action so that the driver and the driver box member speed can rapidly and smoothly amplify during the gear selection process. When the engine speed increases, the bob weight will turn to the fly outward. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ടോർക്ക് കൺവേർട്ടർ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ടോർക്ക് കൺവേർട്ടർ ആണ് വിത്ത് നീറ്റ് സ്കെച്ചസ്. പ്രസന്റ് ചെയ്യുന്നു ടോർക്ക് കൺവേർട്ടറിന്റെ പ്രിൻസിപ്പിൾ വെച്ചാൽ ഇത് ടോർക്ക് കൺവേർട്ടർ വെച്ചാൽ ഇത് ക്ലച്ച് ആയിട്ട് നമ്മൾ വണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഡിസ്കെൻഗേജ് ചെയ്തിട്ട് അല്ല ആർപിഎം കൂടുന്നതനുസരിച്ചിട്ട് നമ്മളെ വണ്ടിന്റെ പവർ ഇറ്റ് ഈസ് എ ഫ്ലൂയിഡ് കപ്ലിംഗ് ഓർ ക്ലച്ച് ദാറ്റ് disengages with the vehicle is when the vehicle is stopped and transfer power as engine RPM increases. അതാണ് ടോർക്ക് കൺവേർട്ടർ. ഇതിന്റെ വർക്കിംഗ് ടോർക്ക് കൺവേർട്ടർ ഒരു ബേസിക് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്. ഇംപെല്ലർ, ടർബൈൻ ആൻഡ് സ്റ്റാറ്റർ. Impeller and turbine stator have impeller, turbine and stator all have curved vanes and are assembled in a single casing but are separated from each other by twisting gears. The line figure torque converter oil is drawn against in the first figure. Torque converter oil path change ആയിട്ടുള്ള സാധനം main figure. In the impeller is keyed and attached to the converter casing, and both the impeller and the casing rotate as a single member. Each vane has slightly curved curvature and is set radially outward the case to the casing. The impeller is acting as a centrifugal pump. Centrifugal pump is acting. The turbine has a more vanes with a greater curvature and is set radially inward. The direction of the curvature of the turbine fan is opposite to that of the impeller vanes. The turbine has no direct mechanical link with the casing. To avoid this, there is a change of fluid coming out of the turbine flow in the opposite direction to the impeller and hence shows down the impeller. To avoid this, the stator is placed in between the turbine and impeller, and this stator changes the direction of flow from turbine and provides the positive flow to the impeller. ഓക്കെ, അടുത്ത അമലം. കരീതോ. ഹലോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. And the first question, with the help of neat sketch, explain the working of the overdrive unit used in automobiles. ഇപ്പോൾ ഓവർഡ്രൈവ്സിനെ പറ്റിയിട്ടാണ്. ഓവർഡ്രൈവ്സ് സാധാരണ ഉപയോഗിക്കുന്നത് നമ്മുടെ വെഹിക്കിൾസിന്റെ RPM കൂട്ടാൻ വേണ്ടിയിട്ടാണ്.
നോർമൽ കണ്ടീഷനെക്കാട്ടോ RPM ഹയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഗിയർ ബോക്സിന്റെ എൻഡിലായിട്ടാണ് ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. It provides higher gear output with minimum engine input. പിന്നെ ഇത് ഓവർ ഡ്രൈവ്സിൽ മെയിൻ ആയിട്ട് വേണ്ടത് ഒരു സൺ ആൻഡ് പ്ലാനറ്ററി ഗിയർ ആണ്. ഇത് ഓവർ ഡ്രൈവ്സിന്റെ ഒരു ഫിഗർ ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇൻപുട്ട് ഷാഫ്റ്റ് ആൻഡ് ഔട്ട്പുട്ട് ഷാഫ്റ്റും കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ഫസ്റ്റ് ഇൻപുട്ട് ഷാഫ്റ്റിലേക്ക് ഒരു ടോർക്ക് കൊടുക്കുന്നത്. അപ്പൊ ആ ടോർക്ക് സൺ ഗിയർ വഴി പ്ലാനറ്ററി ഗിയറിൽ എത്തുന്നത്. അപ്പൊ ആ പ്ലാനറ്ററി ഗിയറിന് കേസിങ്ങിലേക്ക് ഈ ടോർക്ക് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ടോർക്ക് നേരെ ഔട്ട്പുട്ടിലേക്ക് കൺവേർട്ട് ആവുക ചെയ്യുക. അപ്പൊ നമുക്ക് RPM ഇൻക്രീസ് ആയിട്ട് കിട്ടും. ഇത് നോർമൽ കണ്ടീഷനെക്കാട്ടോ അതിന്റെ 13% അധികമായിട്ട് നമുക്ക് RPM കിട്ടുന്നു. സാധാരണ വെഹിക്കിളിൽ സ്പീഡ് കൂട്ടാൻ ഇത് ഉപയോഗിക്കുന്നു. ഇനി എന്റെ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി നീഡ് ഓഫ് ക്ലച്ച് ആൻഡ് ഗിയർ ബോക്സ് ഇൻ ഓട്ടോമൊബൈൽ? ഇത് ക്ലച്ച് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മളെ വെഹിക്കിള് സ്റ്റേഷനറിയോ ആവുമ്പോ അല്ല റണ്ണിങ് കണ്ടീഷനിലോ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ അത് സ്മൂത്ത് എൻഗേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ രണ്ടാമത്തെ ഫങ്ഷൻ എന്ന് വെച്ചാല് പിന്നെ എഞ്ചിൻ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ജെർക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ വെഹിക്കിള് മോശം കണ്ടീഷനിൽ. പിന്നെ സാധാരണ പോലെ ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന വെഹിക്കിള് മൂവ് ചെയ്യുമ്പോൾ. പിന്നെ നമ്മളെ വെഹിക്കിള് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനും നമ്മൾ സാധാരണ ക്ലച്ച് ഉപയോഗിക്കുന്നു. അതാണ് ക്ലച്ചിന്റെ ഫങ്ഷൻ. ഇനി അടുത്തത് ഗിയർ ബോക്സിന്റെ നീഡാണ്. ഇതിനകത്ത് ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ളത് പിന്നെ എഞ്ചിന് ഉണ്ടാകുന്ന ടോർക്ക് വെഹിക്കിളിന്റെ വീലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അതുവഴി മോഷൻ പ്രൊഡ്യൂസ് ചെയ്യാനും ഗിയർ ബോക്സ് ഉപയോഗിക്കുന്നു. പിന്നെ റോഡിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് രണ്ടാമത്തെ പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് റോഡിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് പിന്നെ ഡ്രൈവറിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമുക്ക് ഗിയർ മാറ്റാനും പിന്നെ ടേണിംഗ് എഫക്റ്റ് കൂട്ടാനും സ്പീഡ് ഓർക്കാനും കൂട്ടാനുള്ള ഈ ഗിയർ ബോക്സ് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ മൂന്നാമത്തെ ഇത് ഒപ്റ്റിമം സ്പീഡിൽ പോകാനും പിന്നെ ഒപ്റ്റിമം സ്പീഡ് പോയ എഞ്ചിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഗിയർ ബോക്സ് ആണ്. പിന്നെ നമുക്ക് റിവേഴ്സ് ഡയറക്ഷനിൽ പോകാൻ വേണ്ടിയിട്ടും മോഷൻ പ്രൊവൈഡ് ചെയ്യാൻ ഈ ഗിയർ ബോക്സ് ഉപയോഗിക്കുന്നു. സാറായി. ഓക്കെ അനന്തു. Good morning, sir. Start here. Sir, on the question, list out the factors affecting maximum torque transmission capacity of a friction clutch എന്നാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ക്ലച്ചിന് ഇപ്പോൾ മാക്സിമം എഫിഷ്യൻസി കിട്ടണമെങ്കിൽ മാക്സിമം ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഒരാവശ്യമുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പറയുന്നത്. ഇത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിനനുസരിച്ച് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള പോയിന്റ് ഒന്ന് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഓഫ് ദി റബ്ബിംഗ് മെറ്റീരിയൽസ്. റബ്ബിംഗ് മെറ്റീരിയൽസിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് ആദ്യം മെയിൻ ആയിട്ട് തന്നെ അഫക്ട് ചെയ്യുന്നത്. പിന്നീട് ഡയമീറ്റർ ആൻഡ് സ്പ്രിംഗ് ത്രസ്റ്റ് ആൻഡ് ദി സാൻഡ്വിച്ചിങ് ദി ഡ്രൈവൺ പ്ലേറ്റ്. അതിന്റെ ഡയമീറ്ററും സ്പ്രിംഗ് ത്രസ്റ്റും മെയിൻ പാർട്സ് ആയിട്ട് അടുത്തിൽ വരുന്നത്. പിന്നെ ഫ്രിക്ഷൻ ലൈനിങ് മെറ്റീരിയൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻസിന് 0.35 ഓർഡറിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഒരു ഒപ്റ്റിമം ലെവൽ തന്നെ നിൽക്കേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഹയർ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അങ്ങനെ വേറെ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നമ്മൾ യൂഷ്വലി അതെന്ന് വെച്ചാൽ ഒപ്റ്റിമം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതിൽ യൂസ് ചെയ്യുന്നത് അൺസ്റ്റേബിൾ ആയിരിക്കും. ചിലപ്പോൾ അതിന് എന്തെങ്കിലും ക്രാക്ക് എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് വരുന്നത് ഇതാണ്. അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഓവർ ഡ്രൈവിൻ്റെ ആണ്. ഓവർ ഡ്രൈവിൻ്റെ ഓപ്പറേഷനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ പ്രസന്റ് ചെയ്യാം.
ഓക്കെ, ഓവർഡ്രൈവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ in overdrive the transmission output shaft transfer the clutch gear and the engine crankshaft ഒക്കെയാണ് സംഭവം വരുന്നത്. അതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൻ്റെ കൺസ്ട്രക്ഷൻ പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ഓപ്പറേഷൻ ഞാൻ പറയാം. The overdrive unit is a semi-automatic in operation. Semi-automatic operation ആണ്. When a minimum speed is reached, അതായത് 40 km/h ആണെങ്കിൽ the overdrive unit will automatically get engaged directly to the driven and further acceleration is needed until it again reaches the predetermined speed to obtain the overdrive. മനസ്സിലായിട്ട് തോന്നിയായിരിക്കുന്നു. പിന്നെ വെച്ചാൽ നമ്മൾ overdrive വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവർ റിലീസസ് ദി ആക്സിലറേഷൻ പെഡൽ മൊമെന്ററിലി. നമുക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെഡൽ നമുക്ക് റിലീസ് ചെയ്യാം. ഓട്ടറിയാം ഓൾറെഡി അവിടെ ഓവർഡ്രൈവ് എന്നുള്ള സംഭവത്തിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ വെച്ചാൽ അവിടെ ഒരു കൺട്രോൾ ലിവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഓവർഡ്രൈവ് അച്ചീവ് ചെയ്യാനായിട്ടുണ്ട്. അത് ലോക്കിംഗ് മെക്കാനിസം കൂടിയുണ്ട്. ലോക്ക് ഔട്ട് ദി ഓവർഡ്രൈവ് യൂണിറ്റ് മെക്കാനിക്കൽ ഒരു മെക്കാനിക്കൽ ലോക്കിംഗ് സിസ്റ്റം. ലോക്ക് ഔട്ട് മൊഡ്യൂൾ കുറിച്ച് പറയാം. ദി ലോക്ക് ഔട്ട് മോഡ് ഓഫ് ദ ഓവർഡ്രൈവ് ഈസ് യൂസ്ഡ് whenever the use of the overdrive is not desired. നമുക്ക് ഓവർഡ്രൈവിന്റെ യൂസ് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ലോക്ക് ഔട്ട് എന്നുള്ള ഒരു മൊഡ്യൂൾ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. The locked out mode is selected by the operator through the movement of an instrumental pedal panel mounted lever. Okay, ഒരു പാനൽ കൊണ്ട് നമുക്ക് സുഖമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതിന് അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഫ്യൂൽ ആൻഡ് കോസ്റ്റ് എക്കണോമിക് ആണ്. വെയർ ആൻഡ് വൈബ്രേഷൻ റെഡ്യൂസ്ഡ് എഞ്ചിനകത്തുള്ള വൈബ്രേഷൻ കുറക്കാൻ പറ്റുന്നുണ്ട്, വേറെ കുറക്കാൻ പറ്റുന്നുണ്ട്. ചെറിയ എഞ്ചിൻ സ്പീഡ് തന്നെ മതി. നമുക്ക് ലോ എഞ്ചിൻ സ്പീഡ് സഫിഷ്യന്റ് ഫോർ ഹയർ എഞ്ചിൻ RPM. ചെറിയ എഞ്ചിൻ സ്പീഡ് കൊണ്ട് നമുക്ക് ഹയർ RPM-ലൂടെ ഈ ഓവർഡ്രൈവ് സിസ്റ്റത്തിലൂടെ എത്താൻ സാധിക്കുന്നുണ്ട്. സാർ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അനുരാഗ്. ഹലോ സാർ. സാർ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സിൻക്രണൈസ് ഗിയർ ബോക്സിന്റെ വർക്കിംഗ് ആണ്. സ്ക്രീൻ പ്രസ് ചെയ്യാം. സാർ കാണുന്നുണ്ട് സാർ? കാണുന്നുണ്ട്. സിൻക്രണൈസ് ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ ഫിഗർ. അതിന്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ് സ്ക്രീൻഷോട്ട് എടുത്തതാണ്. സ്ലൈഡ് ആയതുകൊണ്ട് ഇഷ്ടംപോലെ താഴോട്ടാണ് ഇതിന്റെ ഫിഗർ. അപ്പൊ ഇതിന്റെ മെയിൻ പാർട്സ് വരുന്നതെന്ന് വെച്ചാൽ ഫീമെയിൽ ഫ്രിക്ഷൻ കോൺ ഉണ്ട്, പിന്നെ ഒരു മെയിൽ ഫ്രിക്ഷൻ കോണ്, പിന്നെ ഒരു സിൻക്രണൈസിങ് യൂണിറ്റ് ഉണ്ട്. പിന്നെ ലേ ഷാഫ്റ്റിലാണ് ഇത് മെയിൻ ഷാഫ്റ്റും ലേ ഷാഫ്റ്റും ഉണ്ട്. മെയിൻ ഷാഫ്റ്റിലാണ് ഈ സിൻക്രണൈസ് യൂണിറ്റ് എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ഫീമെയിൽ ഫ്രിക്ഷൻ കോണും മെയിൽ ഫ്രിക്ഷൻ കോണും എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് മെയിൻ ഷാഫ്റ്റിലാണ്. പിന്നെ അതിന്റെ വർക്കിംഗ് പറയുകയാണെന്ന് വെച്ചാൽ സിൻക്രണൈസ് ടൈപ്പ് ഗിയർ ബോക്സ് ഇസ് സിമിലർ വിത്ത് കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് പ്രിൻസിപ്പിൾ. ഇത് കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് പ്രിൻസിപ്പിളിനെ പോലെ തന്നെയാണ് ഇതും വർക്ക് ചെയ്യുന്നത്. ബട്ട് ഒരു സ്ലൈറ്റ് ഡീവിയേഷൻ ഉള്ളതെന്ന് വെച്ചാൽ ഇറ്റ് എ കോൺസ്റ്റന്റ് ടൈപ്പ് ഗിയർ ബോക്സ്. വീൽസ് ആർ ഓൾവേസ് ഇൻ മെഷ്ഡ് കണ്ടീഷൻ വിത്ത് പെയർ. ആ പെയറുമായിട്ടാണ് മെഷ്ഡ് കണ്ടീഷൻ ഉണ്ടാവുക. പക്ഷെ ഇതിൽ സിൻക്രണൈസ് ടൈപ്പിൽ സിൻക്രണൈസ് ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വർക്കിംഗ് പോലെയാണെന്ന് വെച്ചാൽ സിൻക്രണൈസ് ടൈപ്പ് ഈസ് ദാറ്റ് ദ പാർട്ട് ടു ബി എൻഗേജ്ഡ് ultimately are first brought into frictional contact which equalize the speed, after which these may be engaged smoothly. And the synchronous device binds the gear on the main shaft which gives the desired speed. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സിൻക്രണസ് ഡിവൈസ് എല്ലാം കണക്ട് ചെയ്തിട്ടുള്ളത് ആ മെയിൻ ഷാഫ്റ്റിലാണ്. അതാണ് ഇതിന് ഡിസൈഡ് ആയിട്ടുള്ള സ്പീഡ് കൊടുക്കുന്നത്. Synchronous device is fixed on the main shaft and after binding the gear, it rotates the gear along with it. പിന്നെ സിൻക്രണസ് ഗിയർ ബോക്സിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ അതിന്റെ റെഡ്യൂസ് ദ വെയർ ടു ദ ഗിയർ ആസ് കമ്പയർഡ് ടു കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ്. ഇത് ഇതിന്റെ വെയർ കുറക്കുന്നുണ്ട്. കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ വെയർ കുറക്കാൻ സിൻക്രണസ് ഗിയർ ബോക്സ് സഹായിക്കുന്നുണ്ട്. പിന്നെ ഷിഫ്റ്റിംഗ് ഓഫ് ഗിയർ ഈസ് ഈസിയാണ്. അപ്പോൾ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിന് ഇത് എളുപ്പമായിരിക്കും. പിന്നെ ലെസ് നോയ്സ്, ഇതിൽ നോയ്സ് കുറവായിരിക്കും. അതൊക്കെയാണ് സിൻക്രണസ് ഗിയർ ബോക്സിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. പിന്നെ അതിന്റെ ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഇനീഷ്യൽ കോസ്റ്റ് ഹൈ ആയിരിക്കും. അതായത് ഇതിന്റെ പ്രൊഡക്ഷനിലായിട്ടുള്ള ഇനീഷ്യൽ കോസ്റ്റ് കുറച്ച് ഹൈ ആണ്. കോംപ്ലക്സ് ഡിസൈൻ ആണ്. അത്യാവശ്യം നല്ല കോംപ്ലക്സ് ആയിട്ട് വരുന്ന ഡിസൈൻ ആണ് സിൻക്രണസ് ഗിയർ ബോക്സ്. സാർ എൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെസിസ്റ്റീവ് ഫോഴ്സ് ആണ്. വേരിയസ് റെസിസ്റ്റീവ് ഫോഴ്സ് അതൊക്കെ അല്ലേ സാർ?
അടുത്തോ അപ്പം മെയിനായിട്ട് വരുന്ന റെസിസ്റ്റീവ് ഫോഴ്സ്, ഒരു വെഹിക്കിളിന്റെ കേസിൽ വരുന്ന റെസിസ്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് 3 ടൈപ്പാണ്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ എയർ റെസിസ്റ്റൻസ് ആണ്, പിന്നെ രണ്ടാമത്തെ ഗ്രേഡിയൻ റെസിസ്റ്റൻസ്, പിന്നെ ലാസ്റ്റ് ഫൈനൽ വൺ സോളിംഗ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എയർ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ എയറോഡൈനാമിക് ഡ്രാഗ് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അതിന് ലൈറ്റ് വരുന്നതാണ് ഫസ്റ്റത്തെ എയർ റെസിസ്റ്റൻസ്. Also known as aerodynamic drag. When a body travels with a denser medium, the molecules of medium collapse with the frontal area of the moving body and thereby absorb some of the energy. ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഒരു നമ്മുടെ ബോഡി ഇപ്പോൾ ഇതിന്റെ കേസിലാണെങ്കിൽ വെഹിക്കിളാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ വെഹിക്കിൾ ഇപ്പോൾ ഒരു ഡെൻസർ മീഡിയത്തിൽ ട്രാവൽ ചെയ്യുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ പിന്നെ ഏരിയ ഓഫ് ദ മൂവിങ് ബോഡി സം എനർജി. അപ്പോൾ ഈ എയർ പാർട്ടിക്കിളായിട്ട് കൊളൈഡ് ചെയ്യുമ്പോൾ ആ ഫ്രണ്ടിൽ നമുക്കൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. അതാണ് ഈ എയർ റെസിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എയറോഡൈനാമിക് ഡ്രാഗ് ഡിപ്പെൻഡ്സ് മെയിൻലി അപ്പോൺ 3 ഫാക്ടേഴ്സ്. ഡെൻസിറ്റി ഓഫ് ദ മെയിനായിട്ട് 3 ഫാക്ടേഴ്സിന് എയറോഡൈനാമിക് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒന്നാമത്തെന്ന് വെച്ചാൽ ഡെൻസിറ്റി ഓഫ് ദ മീഡിയം വേർ ദ ഒബ്ജക്റ്റ് പറഞ്ഞ പോലെ തന്നെ ഡെൻസർ മീഡിയം, അതാണ് ഫസ്റ്റ് ഫാക്ടർ. രണ്ടാമത്തെ സ്പീഡ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. ഇപ്പോൾ വെഹിക്കിളിന്റെ സ്പീഡ് കാണുന്നില്ല സാർ? കാണുന്നുണ്ട്. സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ വണ്ടീന്റെ സ്പീഡിനനുസരിച്ചിരിക്കും ഇതിന്റെ രണ്ടാമത്തെ ഫാക്ടർ. തേർഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഏരിയ ഓഫ് ദ മൂവിങ് ഒബ്ജക്റ്റ് ആണ്. അത് വണ്ടീന്റെ ഫ്രണ്ട് ബോഡീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ സെക്കൻഡ് റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രേഡിയൻ റെസിസ്റ്റൻസ് ആണ്. When a vehicle travels uphill, a component of its weight will work in a direction opposite to its motion. അപ്പോൾ ഒരു വണ്ടി എന്താ പറയുക, ഒരു ചിലൊക്കെ കയറുമ്പോൾ, അതായത് ഒരു കുന്ന് കയറുന്ന സ്ഥലമാണെങ്കിൽ അതിനൊരു താഴോട്ടേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അതാണ് ഈ ഗ്രേഡിയൻ റെസിസ്റ്റൻസ്. അത് ആക്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ വണ്ടി താഴേക്ക് റോളിൽ പോകാനുള്ള അല്ലെങ്കിൽ താഴോട്ടേക്ക് പോകാനുള്ള കേസ് കൂടുതലായിരിക്കും. Some extra energy is not supplied to overcome its back force when the vehicle will slow down and finally it will roll backward. ഫോഴ്സ് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വണ്ടി ബാക്കോട്ടേക്ക് പോകാനാണ് പറയുന്നത്. പിന്നെ തേർഡ് ആൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് റോളിംഗ് റെസിസ്റ്റൻസ് ആണ്. While rolling a vehicle roll when it is traversing contact with the road surface. ഒരു വണ്ടി പോകുന്ന ടയർ പറ്റി കണക്ട് നമുക്കറിയാം. അപ്പോൾ റോളിംഗ് റെസിസ്റ്റൻസ് ഉദ്ദേശിക്കുന്നത് due to this relative motion between two surfaces, frictional force is produced which opposes the motion of the inertia. Neither the road or the traffic is rigid. Therefore, both the flux under the load slide. Okay now. Okay. അടുത്ത അശ്വിൻ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. സാറാ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഓവർഡ്രൈവ്. ഓവർഡ്രൈവ് യൂണിറ്റ് ഇപ്പൊ ഓൾറെഡി രണ്ടാൾ എക്സ്പ്ലെയിൻ ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഇതാണ് ഫ്ലൂയിഡ് കപ്ലിങ്ങിന്റെ ജസ്റ്റ് വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അത് ഞാൻ പ്രസന്റ് ചെയ്യാം സ്ക്രീൻ. സാർ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇതാണ് ഈ ഫ്ലൂയിഡ് കപ്ലിങ്ങിന്റെ ഫിഗർ. ഇത് ഇനി ഹൈഡ്രോഡൈനാമിക് ഫ്ലൂയിഡ് കപ്ലിംഗ് എന്നും പേര് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എ ഫ്ലൂയിഡ് കപ്ലിംഗ് when the flywheel it should be drives the rotor.
ഇതിന് മെയിനായിട്ട് രണ്ട് കോൺസെൻട്രേറ്റിംഗ് ഹൗസിംഗ് ആണ് ഉള്ളത്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ സർക്കുലേഷൻ ചാമ്പറും രണ്ടാമത്തെ വെച്ചാൽ ഒരു ആംഗുലേഷൻ റീസർക്കുലേഷൻ ചാമ്പറും. ഇത് രണ്ടും ഈ മെയിൻ സർക്കുലേഷൻ ചാമ്പറിന് ഒരു സറൗണ്ട് പോലെ കാണപ്പെടുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഷാഫ്റ്റ് മൗണ്ട് ചെയ്യും ബിയറിംഗ് ഓഫ് ദ ഔട്ടർ ഹൗസിംഗ്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റിന്റെ എക്സ്റ്റൻഷൻ ഒരു സീരീസ് ബ്ലേഡ് പോലെ ഇതിന് മൗണ്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഷാഫ്റ്റിന്റെ റൊട്ടേഷൻ കാരണം ഫ്ലൂയിഡ് ബ്ലേഡിലേക്ക് ഡ്രോൺ ചെയ്യപ്പെടുകയും പിന്നെ വോയിസ് പോയല്ലോ. കേൾക്കുന്നില്ല? ഇപ്പൊ കേൾക്കാം. ചെയ്യപ്പെടുന്ന ഫ്ലൂയിഡ് ഇന്നർ ഹൗസിംഗിലേക്ക് റീഡയറക്ട് ചെയ്യും. റീസർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന അശ്വിന് വോയിസ് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട് കേട്ടോ. എനിക്കൊന്നും അവിടെ റേഞ്ച് ഇല്ലെന്ന് തോന്നുന്നു. പറയട്ടെ. സാർ ഇപ്പൊ കേൾക്കാം, പറഞ്ഞോ. ഇവിടെ റേഞ്ച് ഇഷ്യൂ ആണെന്ന് തോന്നുന്നല്ലേ? ഓക്കെ അശ്വിൻ. അശ്വിൻ, പ്രസന്റേഷൻ നല്ലതായിരുന്നു പ്രസന്റേഷൻ. പക്ഷേ ഇടയ്ക്ക് ശബ്ദം ഇങ്ങനെ പോകുന്നുണ്ടേ, ഒന്നും കേൾക്കുന്നില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, തൽക്കാലം നമുക്കത് പിന്നീട് പ്രസന്റ് ചെയ്യാം. ഭഗത് വിജയൻ ഉണ്ടോ? ഏതാ? ആരാ? അയ്യോ കേൾക്കുന്നില്ല. ആരാത്? ആശ്രയ്. ഓക്കെ ആശ്രയ് ഇത് ചെയ്തോ. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് sketch and explain the working of synchronous gearbox. ഇത് എൻ്റെ എക്സ്പ്ലെയിൻ ചെയ്തു ഓൾറെഡി. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. synchronous gearbox ഇതാണ്. അപ്പൊ എനിക്ക് ഫിഗർ ഞാൻ കാണിച്ചു തരാം. ലേ ഷാഫ്റ്റ് ഉണ്ടാവും, മെയിൻ ഷാഫ്റ്റ്, synchronous യൂണിറ്റ്, ഇതൊക്കെ അതിന്റെ പാർട്സ്. അപ്പോൾ synchronous gearbox മറ്റേ എന്താ പറയാ കോൺസ്റ്റന്റ് മെഷ് ഗിയർബോക്സിന്റെ പ്രിൻസിപ്പളായി സിമിലർ ആണ്. ഇവിടെ എന്ന് വെച്ചാല് deviation is that constant mesh type gearbox wheels are always in mesh condition with their pair, whereas in synchronous type a synchronous device is used.
ഇവിടെ ഒരു synchronous device യൂസ് ചെയ്യുന്നുണ്ട് അറിയാൻ വേണ്ടി. And the gear on the latch shaft are fixed on it, while those on main shaft are free to rotate. Latch shaft ഉള്ള gears fixed ആയിരിക്കും, അതുപോലെ main shaft ഉള്ള free to rotate ആണ്. Working എന്ന് പറയുമ്പോൾ working of type is that the parts to be engaged ultimately are first brought into frictional contact with the places their speed, after which these may be engaged smoothly. The synchronous device binds the gear on the main shaft, which gives the desired speed. The synchronous device is fixed on the main shaft, and after binding with the gear, it rotates the gear along with it. Synchronous gearbox. It needs to explain from lunch. Applies pressure to clamp it against the flywheel. The pressure may be generated by spring pressure or centrifugal pressure. ഇതാണ് ഇതിന്റെ ഒരു ഡയഗ്രാം. എൻഗേജ് പൊസിഷൻ, ഡിസെൻഗേജ്. എൻഗേജ് ഡയഫ്രം സ്പ്രിങ്സ് ഇതാണ്. ഇവിടെ ഡയഫ്രം സ്പ്രിങ്സ് ഒരു പ്ലേറ്റ് വഴിയാണ് ഉണ്ടാവുക. ഡിസെൻഗേജ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു കോണിക്കൽ ഷേപ്പിൽ ഉണ്ടാവും. അതവിടെ പറയുന്നത് ഡയഫ്രം സ്പ്രിങ്സ് ആർ അസംബിൾഡ് അറ്റ് ദ പ്രഷർ ആർ ഫ്ലാറ്റ് ഇതുപോലെ. But when disassembled, they have a conical form. It is supported on a fulcrum retaining ring to act as a simple lever. The clutch is disengaged by pressing the clutch pedal and actuating the racing fingers by means of fleece ring, which pivot the spring about its fulcrum, leaving the spring load on the outer diameter and thus disconnect the transmission. Transmission is cut out. When the pedal is released, the pivot of the ring is held in clutch over and its outer rim comes in contact with the pressure plate. Outer rim pressure plate with contact level. As the pressure plate and outer rim are in contact, suction pressure is developed by the spring, making firm contact between pressure plate and clutch plate as its string tries to regain its conical shape. Thus the spring, the flywheel and pressure plate in contact, the clutch becomes engaged. Clutch engage out. അത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പം ഭഗത് വിജയൻ. സാർ ഓന്റെ വീട്ടിൽ കറണ്ട് ഇല്ലാന്ന് പറഞ്ഞു. ഡിജിൻ. തുടങ്ങിയോ? എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വർക്കിംഗ് ഓഫ് റാക്ക് ആൻഡ് പിനിയൻ സ്റ്റിയറിംഗ് മെക്കാനിസം ആണ്. അതായത് റാക്ക് ആൻഡ് പിനിയൻ ഗിയർ ആർ commonly used in most of the cars, and the rack is the pinion is on the steering wheel. When we turn the steering wheel, the pinion gear also turns. This pinion gear is actually with the rack. So the rack will also turn.
so that the circular motion from the steering wheel can be converted into linear motion. അത്രേ ഇതിനകത്ത് വരുന്നുള്ളൂ. അതായത് സ്റ്റിയറിങ്ങിൻ്റെ അകത്തു നിന്നുള്ള ആ ഒരു സർക്കുലർ മോഷനെ ലീനിയർ മോഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന റാക്ക് ആൻഡ് പിനിയൻ ഗിയർ ഉപയോഗിച്ചിട്ട്. അതാണ് വരുന്നത്. പിന്നെ അടുത്തതായി വരുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് പവർ അസിസ്റ്റഡ് സ്റ്റിയറിംഗ് സിസ്റ്റം വിത്ത് അതർ സിസ്റ്റംസ് ആണ്. അതായത് ലെസ് വീൽ ടു വീൽ റൊട്ടേഷൻ ഫോർ ദി സെയിം ടേണിംഗ് റേഡിയസ്. പിന്നെ വരുന്നത് വർക്ക്സ് ഗുഡ് ഫോർ ലാർജർ ആൻഡ് ഹെവി ലോഡ്സ് ക്യാരിങ് വെഹിക്കിൾസ്. അതായത് നമ്മൾ സ്റ്റിയറിംഗ് തേക്കുമ്പോഴുള്ള എഫേർട്ട് കുറക്കാൻ പറ്റും ഹെവി ലോഡ് ക്യാരി ചെയ്യുന്ന വെഹിക്കിൾസിലല്ലോ. പിന്നെ ലെസ് ഇഫേർട്ട് ഈസ് റിക്വയർഡ് വൈൽ പാർക്കിംഗ് അറ്റ് ലോ സ്പീഡ്സ് ഓർ അറ്റ് ടൈറ്റ് ടേൺസ്. അതായത് നമ്മൾ പാർക്ക് ചെയ്യുമ്പോഴോ പിന്നെ ചെറിയ സ്പീഡിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ വലിയ വളവിലേക്കൂടെ എല്ലാം പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് പവർ സ്റ്റിയറിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു സാർ. ഹലോ. ടൈമായില്ലേ? 9:20 അല്ലുള്ളൂ. അയ്യോ, കേക്കാവാ? ആ ഹലോ. ഓക്കെ ഓക്കെ. ടൈമായില്ലേ? ടൈം ആയി. അയ്യോ, ഇപ്പം എത്ര വരെ ആയി? ഇനിയിപ്പം അകത്തേക്ക് അശ്വിൻ ഡിജിൻ. ഓക്കെ ഓക്കെ. അടുത്തത് ഇനി വരുന്നത് ഫസ്യൂദ്ദീൻ തൊട്ടല്ലേ? ഓക്കെ, ഞാൻ അടുത്ത ക്ലാസ് നോക്കാം. ശനിയാഴ്ച നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവില്ലെന്നാണ് തോന്നുന്നത്.